ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഡാൽഗോണ കോഫിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സമയത്ത് യൂട്യൂബിലായാലും ടിക്ടോക്കിലായാലും എല്ലാം ട്രെൻഡിങ്ങിലായിട്ടുള്ളൊരു കോഫിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫിയുടെ റെസിപ്പിയാണ് അതേപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വീട്ടിലേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പുറത്തൊന്നും പോയി കഴിക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. ഇനിയിപ്പോൾ കഴിക്കുന്നവരായാലും ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ ഇത് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട്, അതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാം. ഏത് കമ്പനിയുടെ കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രം എടുക്കട്ടെ. അപ്പോൾ ഇത് ആ ബൗളിലേക്ക് 4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ സെയിം അളവിൽ 4 ടീസ്പൂൺ തന്നെ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഞാനിപ്പോൾ തരിയോട് കൂടിയ പഞ്ചസാര തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ 4 ടീസ്പൂൺ കോഫി പൗഡറും 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സെയിം അളവിൽ തന്നെ 4 ടീസ്പൂൺ തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ആദ്യം 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ മൊത്തം 4 ടീസ്പൂൺ കോഫി പൗഡർ, 4 ടീസ്പൂൺ പഞ്ചസാര, 4 ടീസ്പൂൺ തിളച്ച വെള്ളം, അത് 3 കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പതപ്പിച്ചിട്ട് ഒരു ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഫോർക്ക് വെച്ചും സ്പൂൺ വെച്ചും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും സ്പൂൺ വെച്ചും ഫോർക്ക് വെച്ചൊക്കെ ആകുമ്പോൾ കുറച്ചൊരു 5-10 മിനിറ്റൊക്കെ നമുക്കിത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും നല്ല ക്രീമായിട്ട് കിട്ടുക. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് അവിടെ കാണിക്കുന്നത്. ഇലക്ട്രിക് ബീറ്ററോ ഹാൻഡ് ബീറ്ററോ ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കുക ഒരു 10 മിനിറ്റൊക്കെ ആക്കി കഴിയുമ്പോഴേ ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ കൈയൊക്കെ വേദന എടുക്കും. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇനി ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ഒരൊറ്റ ബ്ലേഡ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല ക്രീം പരുവത്തിൽ ആവുന്നത് വരെ, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ക്രീം പരുവത്തിൽ ആവുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ കണ്ടല്ലോ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കയ്പ്പ് രസമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ കൂടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക്. അപ്പോൾ 4 ടീസ്പൂൺ കോഫി പൗഡറിലേക്ക് 5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് മധുരം നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പം പഞ്ചസാര കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായ ഒരു ക്രീം കളറിൽ ക്രീം പരുവത്തിൽ ആയി വരുന്നുണ്ട് നല്ല സ്റ്റിഫ് പരുവത്തിൽ ആകുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ സ്പൂൺ കൊണ്ട് നമുക്ക് കൈവച്ചിട്ട് സ്പൂൺ കൊണ്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. ബീറ്റർ ആകുമ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ ഉണ്ടല്ലോ നല്ല ക്രീം പരുവത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവണം അതുവരെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കാനായി തുടങ്ങാം അപ്പോൾ 2 രീതിയിലും ഇത് റെഡിയാക്കിയെടുക്കും. നല്ല തണുപ്പിച്ച പാലിലും റെഡിയാക്കിയെടുക്കും, അതുപോലെ തന്നെ നല്ല ചൂടുള്ള തിളപ്പിച്ച പാലിലും റെഡിയാക്കിയെടുക്കും അപ്പോൾ ഞാനിപ്പോൾ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും ചെയ്തെടുക്കാം, അപ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ പാല് 2 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ, ആ കോഫിയുടെ ആ ഒരു ക്രീം അത് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ
ഇത് നന്നായിട്ട് ക്രീമായി വന്നതുകൊണ്ട് അത് താഴ്ന്നൊന്നും പോവില്ല കേട്ടോ. ആ പാലിൻ്റെ മുകളിലായിട്ടായി ഒരു സെപ്പറേറ്റ് വേറൊരു ലെയറായിട്ട് ഇത് മാറി ഇട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ക്രീം ആ പാലിൻ്റെ മുകളിലൊക്കെയായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ 2 ലെയറായിട്ട് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോഫിയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണ്ടേ, ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായി ഒരു നുള്ള് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കോഫി പൗഡർ കൂടി പോകരുത്, ഒരു നുള്ള് മാത്രം കോഫി പൗഡർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ നല്ല ഡിസൈനൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാകും, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായി 2-3 ഡ്രോപ്പ് പാലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ചെറിയൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ നല്ലതുപോലെ തന്നെ ഡിസൈൻ അറിയുന്നവരാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. ഇതൊരു സിമ്പിൾ മെത്തേഡിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്താണ്. അപ്പോൾ കണ്ടല്ലോ, കാണുമ്പോഴായാലും കുടിക്കുമ്പോഴായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോഫിയാണ് കേട്ടോ. ഇത് ഡാൽഗോണ കോഫിയുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലായാലും കോഫി പൗഡറിനൊന്നും അധികമൊന്നും റേറ്റ് ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനൊക്കെ പറ്റും. പാലും കോഫി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മിക്സിങ്ങും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാൽഗോണ കോഫിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.